മലയാള സിനിമയുടെ ലളിതഭാവം മാഞ്ഞിട്ട് 3 വർഷം. ഞാൻ മരിച്ചുപോയാ എന്നെ ഓർമ്മിക്കുമോ? പ്രിയപ്പെട്ട നാരായണി, ഓർക്കും. എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുണ്ട്. അവതരിപ്പിച്ച ഓരോ കഥാപാത്രത്തിലും ലാളിത്യത്തിന്റെ കയ്യൊപ്പിട്ട നടി. അഭിനയ ശൈലിയിലെ നർമ്മബോധവും സഹജമായ ചുറുചുറുക്കും അവരെ അനന്യയാക്കി. മാതൃഭാവത്തിലേക്കും വാത്സല്യത്തിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കാതെ കുസൃതിയും കുശുമ്പും കുന്നായ്മയും വേണമെങ്കിൽ അല്പം വില്ലത്തരവും വരെ കാണാവുന്ന അഭിനയ വൈവിധ്യമാണ് ലളിത സിനിമയിൽ എഴുതിച്ചേർത്തത്. അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവല്ല. എനിക്ക് വേണ്ട. പെൺമയുടെ സമസ്ത ഭാവങ്ങളും പ്രകാശിക്കുന്ന ഒരു മാജിക് ഉണ്ടായിരുന്നു അവരുടെ കഥാപാത്രങ്ങളിൽ. കഥാപാത്രങ്ങളിലേക്ക് അനായാസ പരകായ പ്രവേശമാണ് ലളിത എപ്പോഴും കാഴ്ചവെച്ചത്. 2 ദേശീയ അവാർഡടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടാനായത് ആ അഭിനയ മികവിന്റെ നേർസാക്ഷ്യങ്ങളാണ്. സ്നേഹവും സങ്കടവും സന്തോഷവും പരിഭവവും പരിഹാസവും ഈ അഭിനേത്രിയുടെ കഥാപാത്രങ്ങളിൽ ഭദ്രമായിരുന്നു. ആഹാ, അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. അമ്മ, അമ്മൂമ്മ, ഭാര്യ തുടങ്ങി സ്ഥിരം വേഷങ്ങളിൽ അവർ ജാഗ്രതയോടെ ചില പൊടിപ്പുകൾ നൽകി വ്യത്യസ്തയാക്കി. കൂട്ടുവേഷങ്ങളിൽ വീട്ടുകാരി എന്ന ലേബലിൽ അവർ മറ്റുള്ളവരെ അതിശയിപ്പിച്ചു. വിയറ്റ്നാം കോളനിയിലെ പട്ടാളം മാധവി, കോട്ടയം കുഞ്ഞച്ചനിലെ ഏലിയാമ്മ, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിലെ പുരുഷവിരോധിയായ സൂപ്രണ്ട്, മണിച്ചിത്രത്താഴിലെ ഭാസുര തുടങ്ങി മലയാളികൾ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളായി സ്ക്രീനിൽ ലളിത ജീവിച്ചു. സംഭാഷണങ്ങളിലെ ശബ്ദവിന്യാസം കൊണ്ട് ലളിത തീർത്ത മായാജാലം മറ്റൊരു അഭിനേതാവിനും അവകാശപ്പെടാനാകില്ലായിരുന്നു. ശബ്ദാഭിനയത്തിലൂടെ കൈവരിച്ച ഭാവപൂർണിമ മതിലുകൾ എന്ന സിനിമയിലെ നാരായണിയിലുണ്ട്. സഹനടിയായും പ്രതിനായികയായും 5 പതിറ്റാണ്ടിലേറെ KPSC ലളിത നിറഞ്ഞാടി. പിൽക്കാലത്ത് TV സീരിയലുകളിലും അവർ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ചെയ്തു. കലാരംഗത്ത് ഉന്നത സ്ഥാനത്തെത്തിയെങ്കിലും ലളിതമായിരുന്നു KPSC ലളിതയുടെ ജീവിതം. വേഷപ്പകർച്ചകൾക്കൊടുവിൽ ചമയങ്ങൾ അഴിച്ചുവെച്ച് അരങ്ങൊഴിഞ്ഞപ്പോൾ KPSC ലളിതയ്ക്ക് പകരം വയ്ക്കാൻ ഇന്ന് മലയാള സിനിമയിൽ മറ്റൊരു മുഖമില്ല. Entertainment Desk, TCV.